ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. പോയിട്ട് വരാവേ. ഇവിടെ ഇങ്ങനത്തെ ഇന്റർവ്യൂ ഒക്കെ നടക്കത്തുള്ളൂ. അപ്പൊ രാവിലെ ഒരു ഹോസ്പിറ്റലിൽ പോക്കാണ്. ഞാൻ അവിടെയല്ല, ഞാൻ എവിടെയാണ്? നമ്മുടെ സ്കൂളിൽ പോവാ. സ്കൂളില് ലാസ്റ്റ് എക്സാം ആണ്. അമ്മൂസെ ബെസ്റ്റ് വിഷസ്. അപ്പൊ നാളെ പരിപാടിയാണ് അമ്മൂസിന്, ഞങ്ങൾക്കും പരിപാടിയാണ്. നാളെ എനിക്കും സ്കൂളിൽ പരിപാടിയാണ്. അപ്പം നമുക്കിന്നൊരു ഹോസ്പിറ്റലിൽ പോക്കുണ്ട്. പോകുന്നത് നിഷിലാണ്. നിഷ് അറിയാവോ? ട്രിവാൻഡ്രം ആക്കുളത്തുള്ള നിഷ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്. എന്ന് വെച്ചാൽ എനിക്ക് സംസാരിക്കുന്ന ഒരു കുഴപ്പമില്ല. ഇത് വേറെ കാര്യത്തിന് പോകുന്നതാ. ഇവിടുത്തെ ഇന്റർവ്യൂ ഇങ്ങനെയൊക്കെയാണ്. അവിടെ യാത്ര പറച്ചിൽ കൊടുക്കും ഹോസ്പിറ്റലിൽ പോകുന്നില്ല. ഇതൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ ഈ വീട്ടിലുള്ള യാത്ര പറച്ചിലുകൾ ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ ചിക്കു, പോവാം. ഓക്കെ, പോയിട്ട് വരാം. മമ്മൂട്ടി പറയുന്ന പോലെ ഞാൻ കണ്ണട വെക്കുന്നത് എൻ്റെ കണ്ണിൻ്റെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന പോലെയാണ്. ചൂട് സഹിക്കാൻ വയ്യ ഗൈസ്. മുമ്പോട്ട് നോക്കണമെങ്കിൽ തന്നെ കണ്ണാടി വേണം, ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ 16 വഴിയാണ് പോകുന്നത്. 16 വെച്ചാൽ നമ്മുടെ വൈറോളജി ലാബില്ലേ, അതുവഴി ശാസ്ത്രവട്ടം വഴി ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് ഷോർട്ട് കട്ടാണ്. പിന്നെ നമ്മുടെ വണ്ടിയെ കുറച്ച് കുടിവെള്ളം കൊടുക്കണമല്ലോ, അപ്പോൾ ഇടയ്ക്ക് കയറി അതിൻ്റെ വയറൊന്ന് ഫില്ലാക്കി അത് കഴിഞ്ഞ് നമ്മൾ ബൈപ്പാസ് കയറിയാണ് പോകുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ലുലുവിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് ലെഫ്റ്റ് ഷോർട്ട് കട്ടല്ല, ലെഫ്റ്റ് കട്ട് ചെയ്ത് പോകുമ്പോൾ ആക്കുളം. അപ്പോൾ ജസ്റ്റ് അങ്ങോട്ട് ടേൺ ചെയ്യുന്നിടത്ത് തന്നെയാണ് നമ്മളെ നിഷ് വരുന്നത്. നമ്മൾ അതൊരു പാസ് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഞാനും ഫസ്റ്റ് ടൈമാണ് കേട്ടോ നിഷിൽ പോകുന്നത്. എന്തായാലും നമുക്ക് അവിടെ 9:30 ആയിരുന്നു അപ്പോയിൻമെൻ്റ് ഉള്ളത്. അപ്പോൾ അവിടെ ചെന്ന് സെക്യൂരിറ്റിയൊക്കെ ചോദിച്ച് എങ്ങോട്ടാണെന്നൊക്കെ പറഞ്ഞാൽ പുള്ളി പറഞ്ഞു ലാസ്റ്റിലത്തെ ബിൽഡിംഗ് ആണ്, വെച്ച് വിട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങ് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ അവിടെ ഇരിക്കുന്ന സെക്യൂരിറ്റിയുടെ അടുത്ത് ഉള്ള ബുക്കിൽ നമ്മുടെ പേരും കാര്യങ്ങളും ഡീറ്റെയിലൊക്കെ ഫില്ല് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ ആയിരുന്നു ചെന്നപ്പോൾ അവിടെ നിന്ന് ഓണത്തിൻ്റെ ആഘോഷവും സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവരവിടെ അതിൻ്റെ നമ്മൾ സ്കൂളിലൊക്കെ ചെയ്യുന്നതൊക്കെയാണ് അതിൻ്റെ പരിപാടിയൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും റിസപ്ഷനിൽ സ്റ്റാഫ് വന്ന് ഒരു ഫോമൊക്കെ തന്നു ഫില്ല് ചെയ്യാനായിട്ട്, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട്. നമുക്ക് 9:30 അപ്പോയിൻമെന്റ്. അപ്പൊ നമ്മൾ വന്നപ്പോൾ 8:30 ആയി. അപ്പൊ പേപ്പർ വർക്കും കാര്യങ്ങളും OP ഒക്കെ എടുത്ത് ഫസ്റ്റ് ടൈം ആയിട്ട് കുറച്ച് രജിസ്ട്രേഷൻ്റെ പ്രോസസ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ രീതിയിൽ ഇവിടെ ഇരിക്കുവാണ്. അപ്പം 9:30 വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വെയിറ്റിംഗ്. അപ്പോൾ പിന്നെ വിചാരിച്ചു അവിടെ വെറുതെ ഇരിക്കുകയല്ലേ, ഇനി ഒരു 1/4 മണിക്കൂറോളം സമയമുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ക്യാൻറ്റീനിൽ പോയിട്ട് 2 ചൂട് ചായയും കുടിച്ചു. പക്ഷെ ഭയങ്കര മധുരമായിരുന്നു കേട്ടോ, ഫിൽറ്റർ കോഫി ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് 9:30 ആയപ്പോൾ അകത്തേക്ക് വിളിച്ചു. ഫസ്റ്റ് എൻ്റെ പേരാണ് അവിടെ 9:30 ഹൈമ. അപ്പോൾ അത് കഴിഞ്ഞ് സെഷനെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ചിക്കുവിന് വീണ്ടും തയ്ച്ചു. അവൾ പോയി വീണ്ടും ഒരു നാരങ്ങ വെള്ളം അവിടെ നിന്ന് അങ്ങ് കീച്ചി. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടുന്ന് ഇറങ്ങുവാണ് കേട്ടോ. കാരണം അപ്പോഴത്തേക്കും ഒരു സമയമായി. പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ രാവിലെ വന്നപ്പോൾ അവർ ഇട്ടുകൊണ്ട് നത്തപ്പൂക്കളം സംഭവങ്ങളൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ വന്ന് കാണിക്കാൻ വരുന്ന കുട്ടികളൊക്കെയാണെന്ന് തോന്നുന്നു. കാരണം കുട്ടികളൊക്കെ ഹിയറിംഗ് എയ്ഡ്സും കാര്യങ്ങളൊക്കെ എല്ലാവരും വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ സ്ഥിരമായി വരുന്നവരാണെന്ന് തോന്നുന്നു, പാരൻസുമായിട്ട് വന്നത്. സംഭവം അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളിയാണ്, നല്ല ക്ലീൻ സിറ്റി എന്നൊക്കെ പറയുന്ന പോലെ ആയിരുന്നു. സോ ഇനി അടുത്ത അപ്പോയിൻമെൻറ്റിന് അവർ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാം.